ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ന്യൂ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ പ്രശ്നം പോലെ ഏട്ടത്തി ഫാമിലി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെല്ലാമെന്ന് നോക്കാം. അയാനാ 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 ഇജാരാ സുന്ദരി മോളാ. ആദ്യം തന്നെ നമ്മളൊരു സൈക്കിളിൻ്റെ ഷോപ്പിലാണ് പോകുന്നത്. അയിമൻ്റെ ഒരു സൈക്കിൾ നന്നാക്കാനുണ്ട്. എക്സ്ട്രാ ഇരുന്ന 2 വീല് കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറ്റി ഒഴിവാക്കുക എന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഞാൻ പോയിക്കില്ല, ഞാൻ കാറിലിരിക്കുക, നന്നാക്കിയിട്ട് വന്ന രീതിയിൽ ഞാൻ കാറിലിരുന്ന്. പിന്നെ ഈ ഷോപ്പിൽ ഇച്ചാനിക്ക് ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ട് എമിന് വാങ്ങിക്കൊടുക്കുക, ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങാമെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാനും പോയി. എന്നിട്ട് അത് പിന്നെ വാങ്ങാന്നുള്ള പ്ലാനിൽ അത് അവിടെ വെച്ച് പിന്നെ അങ്ങനെ അയിമൻ്റെ സൈക്കിളിൻ്റെ ടയർ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഓടിപ്പിച്ച്, അകത്തുനിന്നും ഷോപ്പിൽ പുറത്തുനിന്നല്ല നമ്മൾ കുറച്ച് നേരം ഓടിപ്പിച്ചു. പക്ഷേ അയിമനക്ക് തീരെ ബാലൻസ് കിട്ടുന്നില്ല. പിന്നെ അവൻ ചെറുതല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് 2 വീല് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ പുതിയ 2 ടയർ വെച്ച് കൊടുത്ത് അങ്ങനെ അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പ്ലാനിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാളിലേക്കാണ്, സിറ്റി ലാൻഡ് മാളിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ആനിവേഴ്സറി വ്ളോഗ് കുറേ ആൾക്കാർ കണ്ടിട്ടില്ല. അന്നാണ് ശരിക്കും നമ്മൾ ഈ മാളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് റൂട്ട് മാറി തെറ്റിപ്പോലും ചെയ്ത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണുക. ഇനിയിപ്പോൾ എന്താ, ചായ കുടിക്കണം. വൈകുന്നേരമല്ലേ, ചായ കുടിക്കാണ്ട് ഒരു പരിപാടിയില്ല. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതൊരു ബേക്കറിയാണ്, സൺറൈസ് ബേക്കറി. ഫസ്റ്റ് ടൈം നമ്മളിവിടെ വരുന്നത്. നല്ല ടേസ്റ്റിൽ ചായയും പപ്സും അല്ലേനും, നല്ല അടിപൊളി ടേസ്റ്റുള്ള. പിന്നെ വേറെ കുറേ സ്നാക്സ് ഉണ്ട്. നമ്മൾ പപ്സും ചായയും നമ്മൾ കുടിച്ചത്. പിന്നെ ഒരു ടീ കേക്കും വാങ്ങിയിന്. അങ്ങനെ അടിപൊളിയായിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് ഇനി നേരെ മാളിലേക്ക് പോകാനാണ് പ്ലാന്. പെട്ടെന്ന് ബ്രേക്കൊന്നും അടിക്കല്ല, അതല്ലേ എന്ത് നമ്മൾ 1 2 3 4 5 6 ആൾക്കാരെ ജീവനം വെച്ചിട്ട് ബ്രേക്ക് അടിച്ച് കളിക്കുന്ന. ഫ്ലൈറ്റ് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമല്ലേ ഇപ്പോൾ കണ്ടത്. അത് എത്ര പ്രാവശ്യം ഫ്ലൈറ്റ് കണ്ടാലും മതിയാവില്ല. പിന്നെയും അത് കാണുമ്പോൾ ഒരു ആദ്യമായിട്ട് കാണുന്നൊരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ അരിയത്തൊന്ന് നമ്മളെ ഓപ്പോസിറ്റ് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ ഇത്ര അടുത്തായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നവരുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യമല്ലേ ഇപ്പം കണ്ടത്. ഇത് എപ്പോൾ ഉണ്ടാകുന്നതാ, നമ്മളിങ്ങനെ പോകുമ്പോൾ ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാളിലേക്ക് എത്തി. നമ്മൾ എത്തുമ്പോഴത്തേക്ക് രാത്രിയായി, ഒരു 7 മണിയെല്ലാം ആയിക്കുണ്ടാവും. നമ്മൾ മാളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്ന. നേരത്തെ പറഞ്ഞ പോലെ രാത്രിയായി. നമ്മൾ പോകുന്നത് തന്നെ ഇതിൻ്റെ ഇൻഡോറിലുള്ള പ്ലാന്റ്സും കാര്യമെല്ലാം കാണാൻ വേണ്ടി, സെറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അത് എത്ര വർക്കാവുമെന്ന് അറിയില്ല. വന്ന സ്ഥിതിക്ക് എന്തായാലും പോവാമെന്ന് വിചാരിച്ച്. പിന്നെ ലേറ്റായ നേരത്തിൽ ഞാനും ഓളും തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. എത്ര നേരത്തെ ഒരു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് റൂം എന്ന് പറയുമ്പോൾ ഒരു 5 മണിയെല്ലാം ആവും. അപ്പോൾ ആകാശത്തൊട്ടിൽ കണ്ടില്ലേ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അവിടെയാണ് ഗ്ലോബൽ വില്ലേജ് വരുന്നത്. അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ ഒരു സിറ്റി ലാൻഡ് മാള് വരുന്നത്. അങ്ങനെ ഇച്ചാനി എൻ്റെ ചെരുപ്പെല്ലാം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടിട്ട് നോക്കണ്ട. ഞാൻ ഫസ്റ്റ് ടൈം ഹീൽസ് ഇട്ടതാണ്, കാരണം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹീൽസ് ഇടലില്ല. കുറേ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് ഞാൻ ഹീൽസ് ഉപയോഗിക്കില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഹീൽസ് ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇച്ചാനി സൂം ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫൗണ്ടൻ പോലെയെല്ലാം ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല മോളും കാര്യമല്ല, വരാത്ത പോലെ എന്തായാലും ഒന്നും വന്ന് വിസിറ്റ് ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല.
ന്യൂലി ഓപ്പൺ ആയതുകൊണ്ടാണോ ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ക്രൗഡും കാര്യമൊന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആണ് മാള്. അങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ടെല്ലാം കറങ്ങണം എന്നുള്ളവർക്കെല്ലാം ഈ മാള് നല്ലതാണ്. കാരണം ആൾ ഇല്ലയെന്ന് തന്നെ പറയാം, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാളെല്ലാം കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, നല്ല അടിപൊളി മാള് തന്നെയാണ്. ഭയങ്കര ബ്രൈറ്റ് ലൈറ്റൊന്നുമില്ല, എനിക്കൊന്ന് കുറച്ച് അധികം വാം ലൈറ്റാന്ന് തോന്നുന്നു കൂടുതലുണ്ടായേ. ഇത് ജസ്റ്റ് ഈ ഒരു മാളിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറുന്ന സ്ഥലത്ത്. ഈ സെൻട്രലായിട്ട് കാണുന്നതാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. ഔട്ട്ഡോർ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞത് ആ സെൻട്രലായിട്ട് കാണുന്ന സ്ഥലം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര ഭംഗി രസം ഉണ്ടാവും കാണാനൊന്നും അറിയില്ല, അതിപ്പം പോയാലേ മനസ്സിലാവും. ഒരു സെൻട്രൽ ലൈറ്റ് ഗാർഡൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തോക്കിയാ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് അങ്ങനെ മാളിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് ഇതുപോലെ കുട്ടിയെ കളിക്കാൻ വേണ്ടി കാറും ഒരുപാട് നല്ല ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള കാറും പിന്നെ കുറച്ച് ഗെയിമും കാര്യമെല്ലാം സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ എമിന് ആടുന്ന് വരുന്നേ ഇല്ല. എമിന് പിന്നെയും കുഴപ്പമില്ല, ഐമന് തീരെ വരൂല. അങ്ങനെ ഒരുവിധം കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ഏരിയയിലേക്ക് ഇങ്ങനെ ഡയറക്ഷൻ നോക്കി പോകുന്നുണ്ട്. പോകുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ കുറച്ചായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഓലെങ്ങനെ പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് ഷോപ്പും കാര്യമൊന്നും ഒരുപാട് ഷോപ്പുകളുണ്ട്, പക്ഷേ ഒരുപാട് ഷോപ്പും കാര്യമൊന്നും ഇല്ല. ചിലപ്പോൾ ന്യൂലി ഓപ്പൺ ആയതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ പണി ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ച് സ്ഥലത്ത് പണി കഴിയാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇൻഡോറിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞ പോലെ രാത്രി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പോലെ നല്ല ഫെയറി ലൈറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ട് കുറച്ചല്ലേ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പകൽ വന്നാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഈ ചൂട് കഴിയുന്നവരെ എന്തായാലും വരാൻ പ്ലാനില്ല. കാരണം രാത്രിയാണെങ്കിൽ ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് എന്തായാലും ചൂട് കഴിയുന്നവരെന്തായാലും വരില്ല. ഒന്ന് തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പകൽ ഇവിടെ വരണം. കാരണം നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായി കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും ചെറിയ ഫൗണ്ടൻസ് അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പകല് വരുന്നതിന് കുഴപ്പമില്ല കേട്ടോ, അധികം ആളില്ലാത്തതുകൊണ്ട്.
വന്നതിൽ എന്തായാലും പ്രതീക്ഷിച്ച് വന്നതിൽ വലിയ ഇതൊന്നും തോന്നിയില്ല. കാരണം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലേറ്റായി പോയല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്ര ദൂരെ വന്നിട്ട് നല്ല വെളിച്ചത്തിൽ കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല എന്നുള്ള വിഷമമേ ഉള്ളൂ. വീഡിയോയിൽ എടുക്കാൻ പറ്റിയ, പക്ഷേ നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ എന്തായാലും വെളിച്ചം വേണ്ടേ. അപ്പോൾ ലേറ്റായി വന്നതിൻ്റെ ഒരു സങ്കടമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വരണം എന്നുള്ള പ്ലാൻ ഉണ്ട്. നല്ല സ്ഥലം തന്നെയാണ്, നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് ക്രൗഡും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എല്ലാത്തിനും പറ്റും. ഇനിയിപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് ആളില്ലാത്തെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വന്ന ഈ ടൈമിൽ ആൾക്കാരൊന്നും ഇല്ലേനും. നല്ല ബോഗൻവില്ലയും കാര്യം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു രസമുള്ളൊരു മാള് തന്നെയാണ്. റൂഫ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മേലെയും ഗാർഡൻ കാര്യം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നിന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് പോവാം. അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് വന്നിട്ടാണെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് മേലെ കയറാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെപ്പും കാര്യം എല്ലാം കൊടുത്തിന്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് മേലെ പോയിട്ട് എന്തായാലും ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മേലെ ഒന്നും പോയിക്കില്ല. പിന്നെ ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം കറങ്ങി ഇനി തിരിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. ഇതുപോലെ ഓരോ ബിൽഡിങ്ങിനെ ഓരോ കളറായിട്ടെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് നല്ല രസത്തിലെല്ലാം കാണണമെങ്കിൽ പകൽ തന്നെ വരണം. അപ്പോൾ തിരിച്ച് പോകാൻ നേരത്തെ നമ്മൾ കണ്ടത് ഇതുപോലെ ഓരോ ഇങ്ങനെ മജ്ലിസ് പോലെയെല്ലാം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഇതെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇതുപോലെ പാർട്ട് ഓരോ നൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇനി നമ്മൾ തിരിച്ചിട്ട് മാളിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ട് ഇവിടെ ആരുമില്ല, പോവാനുള്ള പരിപാടിയാ. നമ്മൾ മാത്രമേ ഉള്ളൂ. നൈസായിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാളിൻ്റെ ഈ ഒരു ഏരിയയിലൊന്നും പണി കഴിഞ്ഞിട്ടില്ല, പണി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടത്. റേറ്റും കാര്യമെല്ലാം ഉണ്ട്, പക്ഷേ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. കാർട്ടൂൺ പോലെയും കാർട്ടൂൺ ടൈപ്പിലാണെങ്കിലും അല്ലാണ്ട് സാധാരണ ഇങ്ങനെ ചിത്രം വരച്ച പോലെ തന്നെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓല് പ്രൈസ് നമ്മളിങ്ങനെ ചോദിച്ച് 100 dirhams എല്ലാം പറഞ്ഞ് ചെറിയൊരു ഫോട്ടോ തന്നെ 100 dirhams അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ട് പെയിൻറ്റ് ചെയ്ത ഫോട്ടോസെല്ലാം നമുക്കിങ്ങനെ കാണാം. ഞാനിങ്ങനെ ഓരോന്നും ചോദിക്കുന്നുണ്ട് ഓരോട്. അങ്ങനെ കറങ്ങിയിട്ടെല്ലാം വന്ന് ടയേർഡായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഓരോരോ കളർ തീമിൽ സോഫ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇനിയും കുറച്ച് ഗാർഡൻ്റെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്, പോയിക്കില്ല നമ്മൾ. ഇനി വരുമ്പോൾ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ അതിൻ്റെ അരിയത്തായിട്ട് തന്നെ പാനമറൈറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഹോം ഫർണിഷിങ്ങിൻ്റെ. അപ്പോൾ ഇച്ചാനി ഓളും കൂടിയിട്ട് ആടെ കയറിപ്പോയി. എൻ്റെ അടുത്ത് യൂൻസിൻ്റെ അടുത്ത് മക്കളെ തന്നിട്ട് മക്കൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളിയിലുള്ള ഓല് മൂന്നാളും ഭയങ്കര കളിയിലുള്ള. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓള് പോയിട്ട് കാസ്ട്രോള് വാങ്ങിയിട്ട് വന്ന് പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി എന്നോട്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ എന്നെ റൂമിൽ ഇറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.